പ്രൈസ് ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗ്ഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗ്ഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഓഗസ്റ്റ് മാസം 25 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന വലിയ ഉറപ്പ്. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 11 അധ്യായം അതിൻ്റെ 24 വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന ദൈവിക ചിന്ത പ്രാർത്ഥനയിൽ നമുക്ക് വെളിപ്പെടുന്ന വലിയ ഉറപ്പിനെ കുറിച്ചാണ്. ഒരു ഭക്തന് തൻ്റെ പ്രാർത്ഥനയിൽ ഉറപ്പുണ്ടെങ്കിൽ നിശ്ചയമായും അവൻ അത്ഭുതങ്ങളെ കണ്ടിരിക്കും. കാരണം അവന് താൻ സേവിക്കുന്ന, താൻ വിളിക്കുന്ന ദൈവം ആരാന്ന് ഉള്ള ഉറപ്പാണ് അവൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ ആഴം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് പറഞ്ഞാട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും. നാം പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നാം ദൈവത്തോട് മുട്ടിപ്പായി ചില വിഷയങ്ങൾ അപേക്ഷിക്കുമ്പോൾ ആ വിഷയത്തിനകത്ത് എൻ്റെ ദൈവം ഉറപ്പായും പ്രവർത്തിക്കുമെന്ന് അറിയാം. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് ലഭിച്ചു എന്ന് തന്നെയാണ് തമ്പുരാൻ നമ്മോട് സംസാരിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം അത് ചെയ്യോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലായ്മയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ആൻസറുകളെ മുടക്കുന്നത് അല്ലെങ്കിൽ വൈകിക്കുന്നത്. ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലഭിച്ചു എന്നുള്ള ഉറപ്പിലേക്ക് വരണം. ഞാൻ 1-2 പദങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് ഭക്തന്മാർ പ്രാർത്ഥിച്ച വിധങ്ങളൊന്ന് വയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം അതിൻ്റെ 12 വാക്യത്തിലേക്ക്. എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്നു തന്നെ കാര്യം സാധിപ്പിക്കണമേ. വേറെ ഈ വാക്യത്തിന്റെ ആഴം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാ അബ്രഹാമിന്റെ ദാസനായ എലിയാസറിന്റെ പ്രാർത്ഥനയുടെ ആഴമാണ് നാം കേട്ടത്. അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നത് തൻ്റെ ദാസനായ എലിയാസറിന് അറിയാം. അതേ നിലയിൽ തന്നെ ഇതാ എലിയാസർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസഹാക്കിന് ഒരു തക്കതുണ ലഭിക്കേണ്ടതിന് വേണ്ടി ഇതാ എലിയാസർ ഇറങ്ങിത്തിരിക്കുകയാണ്. 12 വാക്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുകയാണ്. ഇന്ന് തന്നെ എനിക്ക് കാര്യം സാധിപ്പിക്കണം. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? ഭക്തന്റെ ഉറപ്പ്. ഞാൻ ഏത് വിഷയത്തിനകത്താണോ സ്റ്റെപ്പ് വെക്കുന്നത് ആ വിഷയത്തിനകത്ത് ഇന്ന് തന്നെ ഒരു മറുപടി. അബ്രഹാമിൻ്റെ ദാസനായ എലിയാസർ പ്രാർത്ഥനയിൽ ഉറക്കുകയാണ്. 12 വാക്യം ഉറപ്പിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ 15 വാക്യത്തിൽ അവൻ റെബേക്കയെ കണ്ടുമുട്ടുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ മിനിറ്റിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ചില മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എലിയാസറിൻ്റെ പ്രാർത്ഥനയുടെ ഉറപ്പ്, അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ യജമാനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ എനിക്കൊരു മറുപടി തരണം. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഇന്ന് തന്നെ ചില മറുപടികൾ വരാൻ പോവുകയാണ്. വർഷങ്ങൾ നടക്കാത്തത് ഉറപ്പിൽ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അവൻ
അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം മാത്രമല്ല, ഇന്ന് വിശ്വസിക്കുന്ന എൻ്റെയും നിങ്ങളുടെ ദൈവമാണ്. ഇന്നത്തെ ദിവസം വലിയ മറുപടികൾ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഒരു ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, എബേസ് എന്ന ഭക്തനെ കാണാൻ കഴിയും. അവൻ്റെ അമ്മയ്ക്ക് അവൻ ജനിക്കുമ്പോൾ ഒരു വേദനയുടെ സന്തതിയാണെങ്കിൽ, ദുഃഖത്തിൻ്റെ സന്തതിയാണെങ്കിൽ, അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ചൊരു അറിവ് കിട്ടി. ഇസ്രായേലിൻ്റെ ദൈവം എൻ്റെ അതിരുകളെ വിശാലമാക്കും. അവൻ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം മറ്റുള്ളവർ കാണുന്ന രീതിയിൽ വെളിപ്പെടുന്നതാണ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിശാലമാക്കുകയും നിന്റെ കൈ എൻ്റെ കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഒരു ഭക്തന്റെ ഉറപ്പോടു കൂടിയുള്ള അപേക്ഷ അല്ലെങ്കിൽ പ്രാർത്ഥന എൻ്റെ ദൈവം കൈക്കൊള്ളുകയാണ്. ഇസ്രായേലിൻ്റെ ദൈവത്തോട് എബേസ് പറയുന്ന ഒരു രഹസ്യം അതിനകത്തുണ്ട്. നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച്. എൻ്റെ കൂടെ ഈ പ്രഭാതത്തിൽ ഈ വേട് പറയുന്നവരുണ്ടോ? എല്ലാം അവസാനിച്ചെന്നും മുമ്പോട്ട് ഇനി വഴിയൊന്നുമില്ലെന്ന് പറയുമ്പോഴും ദൈവത്തെ ആഴമായി അറിയുന്ന എൻ്റെ ദൈവം ആരാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ പറ, നിശ്ചയമായും അനുഗ്രഹിക്കും, നിശ്ചയമായും എൻ്റെ അതിരിനെ വിശാലമാക്കും, നിശ്ചയമായും ഇന്നത്തെ എൻ്റെ അവസ്ഥ മാറ്റും. ആ ഉറപ്പിൽ ഈ വചനത്തെ ഒന്ന് പറഞ്ഞ് ഇപ്പോൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു മറുപടി തരാൻ പോവുകയാണ്. അപ്പോൾ ഉറപ്പിലിതാ ഭക്തനായ എബേസ് പ്രാർത്ഥിച്ചതായി കാണുകയാണ്. എങ്കിൽ നമുക്ക് ഒരു വാക്യത്തിലേക്ക് കൊണ്ടുവന്ന് വരാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു ലാസറിന്റെ കല്ലയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പിതാവിനോട് കഴിക്കുന്ന അപേക്ഷ നാം ശ്രദ്ധിച്ച് കേൾക്കണം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യം. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇതാ യേശു കർത്താവിന് പിതാവിനോടുള്ള ഉറപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ. ഞാൻ എപ്പോഴും അപേക്ഷിച്ചാൽ എൻ്റെ അപേക്ഷ നീ കേൾക്കുന്നുള്ളതാണ് എൻ്റെ ഉറപ്പ്. ഹല്ലേലൂയ. ഇതൊരു ഭക്തന്റെ ഉറപ്പായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്നു മുതൽ തീരുമാനത്തോടെ പിതാവുമായുള്ള ഒരു വലിയ ബന്ധത്തിൽ, ഹല്ലേലൂയ. യേശു കർത്താവിന്റെ പ്രാർത്ഥന തുറന്നതെങ്ങാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പഴയ നിയമത്തിൽ എലിയാസർ പ്രാർത്ഥിച്ചത്, യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവേ എന്നോട് കൃപ ചെയ്യണമേ. അവന്റെ യജമാനനെ കൂട്ടുപിടിച്ചാണ് അവൻ പ്രാർത്ഥിച്ചത്. തൻ്റെ ഭക്തനായ എബേസ് പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്നറിയോ? ഇസ്രായേലിന്റെ ദൈവത്തോടാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു കർത്താവ് ഒരു ഭയങ്കരമായ ആഴം ബന്ധം വെളിപ്പെടുത്തുകയാണ്. ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ വൈകുമ്പോൾ ശത്രു നമ്മോട് പറയും, നീ പ്രാർത്ഥിച്ചിട്ട് എന്താ, ദൈവം വല്ല മറുപടിയും തരുന്നുണ്ടോ, നിന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും നടക്കുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന കാൽവരി ക്രൂശിൽ പിതാവായ ദൈവം മുഖം മറച്ചു പിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ പുത്രൻ ആഴമായി ആ കാൽവരി ക്രൂശിൽ വേദന അനുഭവിക്കുമ്പോൾ നീണ്ട 18 മണിക്കൂറുകൾ ആരും സഹായമില്ലാതെ ഒറ്റപ്പെട്ട് തൻ്റെ ശരീരം മുഴുവൻ ഉഴവുചാല് പോലെ കീറിമുറിക്കപ്പെട്ട് ആ കാൽവരി കുലക്കളത്തിൽ ആ ക്രൂശിന്മേൽ പിടയുമ്പോൾ പിതാവ് മുഖം മറച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ ആ സമയത്ത് ശത്രു ചോദിക്കുന്നുണ്ടാകും, നിന്റെ പിതാവ് എവിടെയാണ്, നിന്റെ ദൈവം എവിടെയാണ്? പക്ഷേ ഞാൻ അതുകൊണ്ട് വിളിച്ചു പറയാം, ബന്ധത്തിനകത്ത് ആരെങ്കിലും ദൈവമേ എന്ന് വിളിച്ചാൽ ശത്രു തോറ്റുപോകും. ഇതാ കല്ലറയുടെ മുമ്പിൽ 4 ദിവസം കഴിഞ്ഞ മാറ്റം വെച്ച ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ വന്ന് ബന്ധത്തിൽ യേശു പറയാണ്, പിതാവേ നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുമെന്നറിയാം. ഇതാ പുതിയ നിയമത്തിൽ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് പിതാവും മക്കളും തമ്മിൽ, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ യേശു എൻ്റെ ദൈവമാണെന്ന് മാത്രമല്ല, അവൻ എൻ്റെ പിതാവാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ചലിക്കാൻ പോകുകയാണ്. നീ ആ കുഴിയിൽ കിടക്കാൻ പിതാവ് സമ്മതിക്കത്തില്ല കേട്ടോ. നീ ആ ഒറ്റപ്പെട്ട് തകർന്നു പോകാൻ പിതാവ് സമ്മതിക്കത്തില്ല. എനിക്കൊരു അപ്പനുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ആ ബന്ധത്തിനകത്ത് കയറി എന്ന് വിളിക്കുക. ക്രൂശിന്മേൽ മുഖം മറച്ചു പിടിച്ചിരിക്കുന്ന പിതാവിൻ്റെ നടുവിൽ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്തെന്നുള്ള ആ ഒറ്റ വിളിക്കകത്ത് ആത്മമണ്ഡലം ചലിക്കുകയാണ്. എല്ലാ നിലയിലും ഏറ്റവും താഴ്ത്തപ്പെട്ടവനെ ഏറ്റവും ഉയർത്തുന്ന പിതാവിൻ്റെ കരം അവിടെ വെളിപ്പെട്ടതായി കാണുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ താഴ്ച അനുഭവിക്കുന്നവരാണോ, നിങ്ങൾ ഒറ്റപ്പെട്ടവരാണോ, ഇതാ ബന്ധത്തിനകത്ത് കരം പിടിച്ചതിനെ ഉയർത്തുന്ന ഒരു സ്നേഹത്തെ നിനക്ക് കാണാൻ പറ്റും. ഒറ്റ വാക്യം കൂടെ, 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് നാം അറിഞ്ഞാൽ നാം കഴിച്ച അപേക്ഷ നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് വലിയ അത്ഭുതത്തെ നിങ്ങൾ പ്രതീക്ഷിക്കണം. നമ്മുടെ പ്രാർത്ഥന
കേട്ടെന്ന ഉറപ്പ്, നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്ന ദൈവശക്തി നിങ്ങളുടെ ഉറപ്പാണ്. നിങ്ങളുടെ മനസ്സിൽ വെളിപ്പെടുന്ന സമാധാനം നിങ്ങളുടെ ഉറപ്പാണ്. ആ ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവശക്തി ചലിക്കട്ടെ. നിങ്ങൾക്ക് വലിയ സമാധാനം ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ട് വരട്ടെ. അങ്ങനെ ഉറപ്പുള്ളവർ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ തൻ്റെ ഭക്തന്മാർക്ക് ലഭിച്ച ഉറപ്പ് ഇന്ന് ഒരത്ഭുതമായി ഇവരെ മുമ്പിൽ തുറന്നു വരട്ടെ. സ്വർഗം അത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലുതിലേക്ക് ഈ ജനം നടക്കട്ടെ. കർത്താവിൻ്റെ കരം ഈ പ്രഭാതത്തിൽ ഇവരെ തൊട്ടതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളിപ്പോൾ തന്നെ വിളിക്കാൻ തയ്യാറാകണം. വലിയ നിലകളിലുള്ള വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. കർത്താവിൻ്റെ കരം നിങ്ങളെ തൊടുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.